ഇന്ന് അധികം പണിയൊന്നും ഇല്ലാത്ത ദിവസമായിരുന്നു. അതുകൊണ്ട് ഉച്ചയ്ക്ക് ഞാൻ നൈസായിട്ട് കിടന്നുറങ്ങി. ഉറങ്ങിയപ്പോഴത്തേക്കും അമ്മച്ചിനെ കാണാനില്ല കേട്ടോ. വീട് മൊത്തം ഞാൻ തപ്പി നോക്കി, അമ്മച്ചിനെ കാണാനില്ല. നേരെ മുറ്റത്തിറങ്ങി നോക്കിയപ്പോൾ പറമ്പിൽ ടക്ക് ടക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മച്ചി കാപ്പിക്കുരു വയ്ക്കാൻ പോയത് കേട്ടോ. അപ്പോൾ വെട്ടുകത്തിയിട്ട് കാപ്പിയിൽ മുട്ടുന്ന സൗണ്ടാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ പിന്നെ അമ്മച്ചിനെ പോയി തപ്പി പിടിക്കാമെന്ന് വിചാരിച്ചു. വീടിന് ചുറ്റുമുള്ള കാപ്പിയൊക്കെ അമ്മച്ചിയാണ് പറിക്കുക. പക്ഷേ അക്കരെ മലയിലെ കാപ്പി പഴുത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് പണിക്കാർ വരും. പണിക്കാർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഡേ നമ്മൾ തിരക്കായിരിക്കും കേട്ടോ. അവർക്ക് 2 നേരത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം. രാവിലത്തേക്ക് ഉച്ചയ്ക്കത്തേക്കും. ഓരോ പണിക്കാർ ഓരോ രീതിയിലായിട്ട് ഫുഡ് കഴിക്കുക. ചിലർ രാവിലെ 10 മണിക്ക് വന്ന് കഞ്ഞി കുടിച്ചിട്ട് പോയാൽ പിന്നെ ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ വരും. ചിലർ 11 മണിക്ക് കഞ്ഞി കുടിച്ചിട്ട് പോയാൽ പിന്നെ 3 മണിയാകുമ്പോഴേ വരത്തുള്ളേ. അമ്മച്ചിക്ക് ഇപ്പോൾ 77 വയസ്സ് കഴിഞ്ഞാൽ, പക്ഷേ അമ്മച്ചിയുടെ എല്ലാ പണികളും അമ്മച്ചി സ്വയം കേട്ടോ ചെയ്യുക. ചെയ്യാൻ പറ്റുന്ന മാക്സിമം പണികളും അമ്മച്ചി തനിയെ ചെയ്യും. അമ്മച്ചിക്ക് പണി ചെയ്യാതിരിക്കലാണ് കേട്ടോ ഏറ്റവും വിഷമമുള്ള കാര്യം. ഇത്തവണത്തെ കാപ്പിയെല്ലാം പറിച്ച് കഴിഞ്ഞാൽ നമ്മൾ റെക്ക എടുക്കാൻ വേണ്ടി കൊടുക്കുക. റെക്ക എടുത്ത് പുതിയ കമ്പ് വന്നു കഴിഞ്ഞാൽ അടുത്ത സീസണിൽ നമുക്ക് അധികം കാപ്പിയൊന്നും കിട്ടത്തില്ല. പക്ഷേ അത് കഴിഞ്ഞ് വരുന്ന സീസണിൽ നമുക്ക് ഒരുപാട് കാപ്പിക്കുരു ഉണ്ടാവുമേ. 5 മണി ആയപ്പോഴത്തേനും സ്കൂൾ വിട്ട് പിങ്കിമോൾ വന്നേ. അവൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അടിമക്കുഞ്ഞാണ്. അപ്പോൾ അവൾക്ക് കുറേ മുട്ട വേണമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ നാളെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ കറിക്ക് എനിക്കും കുറച്ച് മുട്ടയുടെ ആവശ്യമുണ്ട്. അങ്ങനെ അമ്മച്ചിയോട് ബൈ ബൈ പറഞ്ഞ് നമ്മൾ നേരെ കോഴിക്കോടിൻ്റെ അടുത്തേക്ക് വെച്ച് പിടിച്ചാൽ നമ്മളെ കണ്ടപ്പോഴത്തേനും തീറ്റയും കൊണ്ട് വരുമെന്ന് വിചാരിച്ച് കോഴികളെല്ലാം കൂടെ തലയും പൊക്കി പിടിച്ചിരുന്നു. പക്ഷെ പാവങ്ങളെ നിരാശപ്പെടുത്തിക്കൊണ്ട് അവത്തങ്ങളുടെ മുട്ട അടിച്ചുകൊണ്ട് നമ്മൾ പോരുന്നേ. ഈ കോഴിശാപമൊക്കെ ഇനി എവിടെ കൊണ്ട് തീർക്കുന്ന ആലോചിച്ച് ഇനി എന്നാ പണി ഒപ്പിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പറമ്പിലെ ചാമ്പങ്ങ ഒക്കെ പഴുത്ത് നിൽക്കുന്നത് കാണുന്നത്. വെച്ചോ ചാമ്പക്ക ഞാൻ കുറെ കുലുക്കിയിട്ട്, പക്ഷെ എല്ലാം ഒന്നും പഴുത്തിട്ടില്ല. അപ്പം പഴുക്കുമ്പോൾ അച്ചാറും ജാമും ഉണ്ടാക്കാന്ന് വിചാരിച്ച് കുറെ ചാമ്പക്ക അതിന് നോക്കിയിട്ടുണ്ട്. പിങ്കുമൊക്കെ ഇങ്ങനെ ഉപ്പും മുളകൊക്കെ ഇട്ട് വെള്ളം കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സീസൺ ആകുമ്പോഴത്തേനും കവർ നിറയെ ചാമ്പക്കായിട്ട് സ്കൂളിൽ പോകാറുണ്ട്. അന്ന് ഈ ബർത്ത്ഡേക്ക് മിഠായും കൊണ്ട് ചെല്ലുന്ന അതേ എഫക്റ്റ് ഉണ്ടായിരുന്നു. ചുറ്റും എപ്പോഴും കുട്ടികളുണ്ടാവും. ഇന്ന് പിങ്കിമോൾ നല്ല മൂട്ടിലാണ്. പക്ഷെ ചില ദിവസങ്ങളിൽ അവൾ എന്നോട് പിണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 2 ദിവസത്തേക്ക് ഈ വഴി വരുത്തേയില്ല. ശരിക്കും പറഞ്ഞാൽ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മാങ്ങയും പുളിയും ലവലോലിക്കയും ചാമ്പങ്ങയും ഇരുമ്പുളിയൊക്കെ ആയിട്ട് ക്ലാസ്സിൽ വരുന്നവർക്ക് ഒരു പ്രത്യേക റെസ്പെക്ട് കിട്ടുമായിരുന്നു. അവരോടാരും പിണങ്ങത്തുമില്ല. പിള്ളേരൊക്കെ എനിക്ക് ചുറ്റും കൂടി നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയായിരുന്നു. അതുകൊണ്ട് ഓരോ സീസണിലും ബാഗ് നിറയെ സാധനങ്ങളുമായിട്ടായിരുന്നു ഞാൻ സ്കൂളിൽ പോകുന്നത്. അമ്മ കാണുമ്പോൾ എപ്പോഴും ചോദിക്കുമായിരുന്നു, നീ പഠിക്കാനാണോ തിന്നാനാണോ പോകുന്നത്? അതെന്തൊക്കെയായാലും ഇപ്പോഴത്തെ പിള്ളേർക്ക് കുറേ കാലം കഴിഞ്ഞ് ഇങ്ങനത്തെ നൊസ്റ്റൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ചാമ്പക്കൊക്കെ കഴിച്ച് കുറേ നൊസ്റ്റ് അടിച്ചിരിക്കട്ടെ. ബൈ ബൈ.